ഇത് റേഡിയോ ജൻവാണി 90.8 മെഗാഹെർട്സ് മലയാളത്തിന്റെ മധുരതരംഗം. ഇപ്പോൾ വാരാന്ത്യ ലോക വൃത്താന്തം കേൾക്കാം. പ്രൊഫസർ ജെ ജേക്കബ് അവതരിപ്പിക്കുന്നു. വാരാന്ത്യ ലോക വൃത്താന്തം. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ലോകവൃത്താന്തത്തിലേക്ക് സ്വാഗതം. ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി ഇറാനെ ചർച്ചകൾക്ക് ക്ഷണിച്ചുകൊണ്ട് കത്തയച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ആഴ്ചയിൽ മാധ്യമങ്ങളെ അറിയിച്ചു. ഇദ്ദേഹം പ്രസിഡന്റായിരിക്കുമ്പോഴാണ് ഇറാനുമായി ഉണ്ടാക്കിയിരുന്ന ആണവ കരാറിൽ നിന്നും അമേരിക്ക പിന്മാറിയത്. എന്നാൽ ആണവായുധ നിർമ്മാണം ഉപേക്ഷിക്കില്ല എന്ന നിലപാടിൽ ഇറാൻ ഉറച്ചു നിന്നതോടെ ആ രാജ്യത്തിന്മേലുള്ള സാമ്പത്തിക ഉപരോധം അമേരിക്ക വർദ്ധിപ്പിച്ചു. ഇതിനെ അവഗണിച്ചുകൊണ്ട് ആണവായുധ നിർമ്മാണം പുരോഗമിക്കുന്നു എന്ന വാർത്തകൾക്കിടയിലാണ് ചർച്ചകൾ നടത്താം എന്ന വാഗ്ദാനം നൽകി ട്രംപ് കത്തയച്ചത്. കത്ത് ലഭിച്ചതായി ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള ഖൊമേനി സ്ഥിരീകരിച്ചിട്ടില്ല. എന്നാൽ തങ്ങളെ ഭീഷണിപ്പെടുത്തി കരാറുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ വിജയിക്കില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒന്നുകിൽ കരാർ അല്ലെങ്കിൽ യുദ്ധം എന്ന് താൻ ഇറാനെ അറിയിച്ചിട്ടുണ്ടെന്നും ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ആ രാജ്യത്തെ അനുവദിക്കില്ല എന്നും ട്രംപ് മാധ്യമങ്ങളെ അറിയിച്ചു. സ്ഫോടക വസ്തുക്കളുമായി വന്ന വലിയ ഒരു വാഹനം കഴിഞ്ഞ ദിവസം ഓസ്ട്രേലിയൻ പോലീസിന്റെ പിടിയിലായി. സിഡ്നിയിലുള്ള യഹൂദന്മാരുടെ പള്ളിയിൽ എത്തിക്കാനാണ് തങ്ങളോട് നിർദ്ദേശിച്ചിട്ടുള്ളത് എന്നായിരുന്നു കസ്റ്റഡിയിലായ ഡ്രൈവറും കൂട്ടാളിയും മൊഴി നൽകിയത്. എന്നാൽ പോലീസ് നടത്തിയ പരിശോധനയിൽ സ്ഫോടനം നടത്തുന്നതിനുള്ള യന്ത്രം വാഹനത്തിനുള്ളിൽ കണ്ടെത്തിയില്ല. ഈ വാഹനത്തിനോ അതിനുള്ളിലെ സ്ഫോടക വസ്തുക്കൾക്കോ നിർദ്ദിഷ്ട ജൂതപ്പള്ളിയുമായി ഒരു ബന്ധവുമില്ലെന്ന് പോലീസ് കണ്ടെത്തുകയും അത് പരസ്യപ്പെടുത്തുകയും ചെയ്തു. യഹൂദന്മാർക്കെതിരെയുള്ള ആക്രമണങ്ങൾ ഈ അടുത്ത കാലത്ത് ഓസ്ട്രേലിയയിൽ വർദ്ധിച്ചു വരികയാണ്. ഇതിനെ അടിച്ചമർത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നതിനിടയിൽ യഹൂദന്മാർ തിരിച്ചടിക്കാൻ ഒരുങ്ങുന്നു എന്ന വാർത്ത സൃഷ്ടിക്കുക എന്ന ഗൂഢലക്ഷ്യത്തോടെ കൊടും കുറ്റവാളികളാണ് സ്ഫോടക വസ്തുക്കളുമായി ട്രക്ക് പള്ളിയിലേക്ക് അയച്ചത് എന്നാണ് പോലീസ് കണ്ടെത്തിയത്. പോലീസിൻ്റെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി നടത്തിയ ഈ നീക്കം പരാജയപ്പെടുത്തിയത് പോലീസിന്റെ ബുദ്ധിപൂർവമായ നീക്കങ്ങളാണ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണപരിഷ്കാരങ്ങൾ അമേരിക്കയെ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നയിക്കും എന്നാണ് പല വിദഗ്ധന്മാരുടെയും മുന്നറിയിപ്പ്. അനധികൃത കുടിയേറ്റക്കാരുടെ നാടുകടത്തലും ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിച്ചതും അമേരിക്കയുടെ സമ്പദ്ഘടനയ്ക്ക് താങ്ങാൻ കഴിയില്ല എന്നാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത്. ഭീമമായ ചെലവ് പരിഗണിച്ച് അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്തുന്നത് നിർത്തിവച്ചിരിക്കുകയാണ്. ഈ നടപടി തുടർന്നാൽ വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാകും എന്നാണ് വിലയിരുത്തൽ. അനധികൃതർ എന്നു മുദ്രകുത്തി നാടുകടത്തപ്പെടുന്നവർ അമേരിക്കൻ സമ്പദ്ഘടനയ്ക്ക് നൽകുന്ന സേവനങ്ങൾ ചെറുതല്ല. ഇറക്കുമതി തീരുവയുടെ വർധനവ് മൂലം പല കമ്പനികൾക്കും ലാഭകരമായി പ്രവർത്തിക്കാൻ കഴിയാത്ത സ്ഥിതിയുണ്ടാവും. അവയുടെ പ്രവർത്തനം നിലയ്ക്കുകയും ചെയ്യും എന്നാണ് മറ്റൊരു നിരീക്ഷണം. കാര്യശേഷി വർദ്ധിപ്പിക്കാൻ ഫെഡറൽ ഉദ്യോഗസ്ഥന്മാരുടെ എണ്ണം കുറയ്ക്കാനുള്ള നിർദ്ദേശവും വിവാദമായിട്ടുണ്ട്. ഈ നടപടികൾ മൂലം തൊഴിലില്ലായ്മ, വിലക്കയറ്റം, നാണയപ്പെരുപ്പം തുടങ്ങിയവ രൂക്ഷമാകും എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്.
ദക്ഷിണ കൊറിയയുടെ മുൻ പ്രസിഡന്റ് യൂൻ സുക്യോളിനെ ജയിലിൽ നിന്നും കോടതി മോചിപ്പിച്ചു. ഡിസംബർ 3 പട്ടാള ഭരണം പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ് പാർലമെന്റ് ഇദ്ദേഹത്തിനെതിരെ ഇംപീച്ച് നടപടികൾ ആരംഭിച്ചത്. ഇതിൻ്റെ ഭാഗമായി അധികാരങ്ങൾ നഷ്ടപ്പെടുകയും പ്രസിഡന്റിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ഏകദേശം 2 മാസക്കാലം ഇദ്ദേഹം ജയിലിലായിരുന്നു. ക്രിമിനൽ കേസുകളുടെ വിചാരണയ്ക്ക് ഹാജരാകണം എന്ന നിർദ്ദേശത്തോടെയാണ് കോടതി ഇദ്ദേഹത്തെ മോചിപ്പിച്ചത്. പ്രോസിക്യൂഷൻ ഈ വിധിക്കെതിരെ അപ്പീൽ നൽകിയില്ല. തന്മൂലം വിധി വന്ന ദിവസം തന്നെ ഇദ്ദേഹം ജയിലിൽ നിന്നും മോചിപ്പിക്കപ്പെട്ടു. ഇദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ വലിയ പ്രതിഷേധ പ്രകടനങ്ങളോ വിട്ടയച്ചപ്പോൾ വലിയ ആഹ്ലാദ പ്രകടനങ്ങളോ ഉണ്ടായില്ല. കോടതിയും മറ്റു സർക്കാർ ഓഫീസുകളും സാധാരണ പോലെ പ്രവർത്തിച്ചു. പ്രസിഡന്റിനെ നീക്കാനും ജയിലിൽ പാർപ്പിക്കാനും കോടതി ഉത്തരവനുസരിച്ച് മോചിപ്പിക്കാനും വലിയ തടസ്സങ്ങൾ ഉണ്ടായില്ല. ഇത് നിയമവാഴ്ചയ്ക്കുള്ള അംഗീകാരമാണ്. ഈ വർഷത്തെ ഹോളി ആഘോഷവുമായി ബന്ധപ്പെട്ട് പോലീസ് മേധാവി നൽകിയ ഉപദേശം അനുസരിക്കാനാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നിർദ്ദേശിച്ചത്. ഹോളി ആഘോഷിക്കുന്നത് ഇഷ്ടപ്പെടാത്തവർ അന്നേ ദിവസം വീട്ടിന് പുറത്തിറങ്ങരുത് എന്നാണ് സംബാൽ ജില്ലാ പോലീസ് മേധാവി ഉപദേശിച്ചത്. ആഘോഷങ്ങൾ കഴിയുന്നതുവരെ പ്രാർത്ഥന നീട്ടിവെക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. സാമുദായിക സംഘർഷം ഒഴിവാക്കുന്നതിനുള്ള ഒരു മുൻകരുതൽ എന്ന നിലയിലാണ് ഈ നിർദ്ദേശങ്ങൾ. ഈ വർഷത്തെ ഹോളി ആഘോഷങ്ങൾ നടക്കുന്ന മാർച്ച് 14 വെള്ളിയാഴ്ചയാണ്. ഈ ദിവസം നിസ്കാരത്തിനായി പള്ളിയിലേക്ക് പോകുന്നവരെ ചായം പൂശുന്നത് ഒഴിവാക്കാനാണ് ഈ നിർദ്ദേശങ്ങൾ. എല്ലാവരെയും ചായം പൂശുക എന്നത് ഹോളി ആഘോഷിക്കുന്നവർ തങ്ങളുടെ അവകാശമായിട്ടാണ് കാണുന്നത്. വലിയ ഒരു സമൂഹം പരമ്പരാഗതമായി കൊണ്ടാടുന്ന ഒരാഘോഷത്തിന് പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ കഴിയില്ല എന്നാണ് അധികാരികളുടെ വിശദീകരണം. പൗരാവകാശങ്ങൾ ലംഘിക്കുന്ന ആഘോഷങ്ങൾ നിയന്ത്രിക്കാൻ ഭരണകൂടം തയ്യാറാവണം എന്നാണ് ബന്ധപ്പെട്ടവർ ആവശ്യപ്പെടുന്നത്. റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾ നടക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. യുദ്ധം അവസാനിപ്പിക്കണമെന്ന് റഷ്യയോടും ഉക്രൈനിനോടും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടതായും റിപ്പോർട്ടുകൾ വന്നു. എന്നാൽ യുദ്ധം പൂർവാധികം ശക്തമായി തുടരുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ റഷ്യ ഉക്രൈനെതിരെയുള്ള ആക്രമണം ശക്തമാക്കി. റഷ്യക്കെതിരെയുള്ള ആക്രമണം ശക്തമാക്കിക്കൊണ്ട് ചൊവ്വാഴ്ച ഉക്രൈനും പ്രതികരിച്ചു. താൻ അധികാരത്തിൽ വന്നാൽ 24 മണിക്കൂറിനുള്ളിൽ ഈ യുദ്ധം അവസാനിപ്പിക്കും എന്നായിരുന്നു തിരഞ്ഞെടുപ്പിന് മുമ്പ് ഡൊണാൾഡ് ട്രംപിൻ്റെ അവകാശവാദം. ഉക്രൈനിനെയും നാറ്റോയെയും ഒഴിവാക്കി റഷ്യ നേരിട്ട് അമേരിക്കയുമായി നടത്തിയ ചർച്ചകൾ വിജയിച്ചില്ല. ബന്ധപ്പെട്ട കക്ഷികൾ ഒരുമിച്ചിരുന്ന് ചർച്ചകൾ ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന പതിവ് രീതി മധ്യസ്ഥനായ അമേരിക്കൻ പ്രസിഡന്റിന് സ്വീകാര്യമായില്ല. ഭീഷണിയുടെ സ്വരത്തിലാണ് ഉക്രൈനിനോട് മാത്രമല്ല റഷ്യയോടും അമേരിക്ക സംസാരിച്ചത്. ഫിലിപ്പൈൻസിന്റെ മുൻ പ്രസിഡന്റ് റോഡ്രിഗോ ഡുട്ടേർട്ടയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് നേരത്തെ നൽകിയിട്ടുള്ള അറസ്റ്റ് വാറന്റ് അനുസരിച്ചാണ് നടപടി. ചൊവ്വാഴ്ച മാനിലയിൽ വെച്ചാണ് ഇദ്ദേഹത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അധികാരത്തിലിരുന്നപ്പോൾ മയക്കുമരുന്ന് മാഫിയയെ തകർക്കാനായി നിരവധി പേരെ ഇദ്ദേഹത്തിൻ്റെ ഉത്തരവനുസരിച്ച് പട്ടാളം വധിച്ചു എന്നതാണ് ഇദ്ദേഹത്തിനെതിരെയുള്ള കേസ്.
മേയർ എന്ന നിലയിലും പ്രസിഡന്റ് എന്ന നിലയിലും ഇത്തരത്തിലുള്ള നിരവധി ഉത്തരവുകൾ ഇദ്ദേഹം നൽകിയിട്ടുണ്ട്. ഇതിനെ മാനവരാശിക്കെതിരെയുള്ള കുറ്റമായിട്ടാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി വിലയിരുത്തിയത്. ഫിലിപ്പൈൻ പോലീസ് ഇദ്ദേഹത്തെ നെതർലാൻഡിലെ നീതിന്യായ കോടതിക്ക് കൈമാറി. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ നിയമ നടപടികൾക്ക് വിധേയനാകുന്ന ഏഷ്യയിലെ ആദ്യത്തെ രാഷ്ട്രത്തലവനാണ് ഡുട്ടേർട്ടെ. മയക്കുമരുന്നുകളുടെ ഉപയോഗം വലിയ ഒരു സാമൂഹിക വിപത്താണ്. ഇതിനെ നേരിടേണ്ടത് നിയമ നടപടികളിലൂടെയാണ്. വിചാരണ കൂടാതെ കുറ്റവാളികളെ കൊല്ലാൻ ഉത്തരവിടുന്ന രാഷ്ട്രത്തലവന്മാർ മാനവരാശിയുടെ ശത്രുക്കളാണ്. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യ പിടിച്ചെടുത്ത് ഒരു സ്വതന്ത്ര രാജ്യം സ്ഥാപിക്കാനായി സായുധ സമരം നടത്തുന്ന ഒരു തീവ്രവാദി പ്രസ്ഥാനമാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി. കൊറ്റയിൽ നിന്നും പെഷവാറിലേക്ക് പോകുന്ന ഒരു ട്രെയിൻ ചൊവ്വാഴ്ച ഈ സംഘടന തട്ടിയെടുക്കുകയും യാത്രക്കാരെ ബന്ദികളാക്കുകയും ചെയ്തു. യാത്രക്കാരെ മോചിപ്പിക്കാനായി സൈന്യത്തെ നിയോഗിച്ചാൽ ബന്ദികളെ വധിക്കും എന്നായിരുന്നു ഭീഷണി. തന്ത്രപരമായ നീക്കത്തിലൂടെ മുഴുവൻ യാത്രക്കാരെയും രക്ഷപ്പെടുത്തി എന്നാണ് പട്ടാളം അവകാശപ്പെടുന്നത്. 31 തീവ്രവാദികൾ കൊല്ലപ്പെട്ടു. ഏതെങ്കിലും യാത്രക്കാരെ ബന്ദികളായി തടഞ്ഞു വെച്ചിട്ടുണ്ടോ എന്ന് വ്യക്തമായിട്ടില്ല. പാകിസ്ഥാനെ റഷ്യയുമായി ബന്ധിപ്പിക്കുന്നതിനായി ഈ അടുത്ത കാലത്ത് നിർമ്മിച്ച റെയിൽപാത ഇതുവഴിയാണ് കടന്നു പോകുന്നത്. ഇതിൻ്റെ ഉദ്ഘാടനം ഈ മാസം 15-ന് നടത്താൻ നിശ്ചയിച്ചിരുന്നതാണ്. ഇത് തടയാനാണ് അഫ്ഗാനിസ്ഥാന്റെ പിന്തുണയോടെ ഈ ആക്രമണം നടത്തിയത് എന്നാണ് പാകിസ്ഥാൻ ആരോപിക്കുന്നത്. നിരപരാധികളായ 21 യാത്രക്കാരാണ് കൊല്ലപ്പെട്ടത്. ഹമാസ് ഇസ്രായേൽ വെടിനിർത്തലിന് 6 ആഴ്ചകൾ വീതമുള്ള 3 ഘട്ടങ്ങളാണ് നിർദ്ദേശിച്ചിരുന്നത്. 1-ാം ഘട്ടം മാർച്ച് 1-ന് അവസാനിച്ചു. എന്നാൽ നേരത്തെ നിശ്ചയിച്ചിരുന്നത് പോലെ അടുത്ത ഘട്ടത്തിലേക്കുള്ള ചർച്ചകൾ ഇതുവരെ തുടങ്ങിയിട്ടില്ല. ബന്ദികളുടെ മോചനം വൈകുന്നതിൽ പ്രതിഷേധിച്ച് ഐക്യരാഷ്ട്രസഭയുടെ വാഹനങ്ങൾ ഗാസയിൽ പ്രവേശിക്കുന്നത് ഇസ്രായേൽ തടഞ്ഞിരിക്കുകയാണ്. 1 വർഷത്തിലേറെക്കാലം നീണ്ടുനിന്ന യുദ്ധത്തെ തുടർന്ന് എല്ലാം നഷ്ടപ്പെട്ട ഗാസ നിവാസികളുടെ ജീവൻ നിലനിർത്തുന്നത് ഐക്യരാഷ്ട്രസഭയുടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളാണ്. ഭക്ഷണം, മരുന്ന്, വസ്ത്രം തുടങ്ങിയവ എത്തിക്കുന്ന വാഹനങ്ങൾക്കാണ് ഇസ്രായേൽ നിരോധനം ഏർപ്പെടുത്തിയത്. യുദ്ധത്തേക്കാൾ ക്രൂരമാണ് ഈ നിരോധനം എന്നാണ് പലരും വിമർശിക്കുന്നത്. ഈ നിരോധനം പിൻവലിച്ചില്ലെങ്കിൽ സൂയസ് കനാലിലൂടെ പോകുന്ന ഇസ്രായേലിൻ്റെ കപ്പലുകളെ ആക്രമിക്കും എന്നാണ് യമനിലെ ഹൗദികളുടെ ഭീഷണി. പാലസ്തീൻ ജനതയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഈ ഭീഷണി നടപ്പിലായാൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്നാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത്. കഷ്ക് നഗരത്തിൻ്റെ വലിയൊരു ഭാഗം റഷ്യയിൽ നിന്നും ഉക്രൈൻ സൈനികർ പിടിച്ചെടുത്തത് കഴിഞ്ഞ ഓഗസ്റ്റിലാണ്. വെടിനിർത്തൽ ചർച്ചകളിൽ വിലപേശലിനായി ഈ നഗരം ഉപയോഗിക്കാം എന്ന പ്രതീക്ഷയിലായിരുന്നു ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി. ഇത് തിരികെ പിടിക്കാനുള്ള നീക്കങ്ങൾ റഷ്യ ശക്തമാക്കി. ബുധനാഴ്ച റഷ്യൻ പ്രസിഡന്റ് പുടിൻ ഈ പ്രദേശം സന്ദർശിക്കുകയും തങ്ങളുടെ ഭൂമിയിൽ നിന്നും ഉക്രൈൻ സൈനികരെ പുറത്താക്കാൻ ആഹ്വാനം നൽകുകയും ചെയ്തു. അമേരിക്കയുടെ നിർദ്ദേശങ്ങൾ അംഗീകരിച്ച് 30 ദിവസത്തെ വെടിനിർത്തലിന് സെലൻസ്കി സമ്മതിച്ചതിന് ശേഷമാണ് പുടിൻ കഷ്ക് നഗരം സന്ദർശിച്ചത്. ഉക്രൈൻ സൈനികർ കൊല്ലപ്പെടുന്നത് അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് സെലൻസ്കി വെടിനിർത്തലിന് സമ്മതിച്ചത്. ഈ ചർച്ചകൾക്കായി തൻ്റെ പ്രതിനിധികളെ റഷ്യയിലേക്ക് അയക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി. എന്നിട്ടും
ഉക്രൈനെതിരെയുള്ള നീക്കം ശക്തമാക്കിയ പുടിനെ അപലപിക്കാൻ പോലും ട്രംപ് തയ്യാറായിട്ടില്ല. പന്ത് റഷ്യയുടെ കോർട്ടിലാണ് എന്ന് പറഞ്ഞ് വിഷയത്തിൽ ഇടപെടാതിരിക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നത്. വാരാന്ത്യ ലോക വൃത്താന്തം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രൊഫസർ ജെ ജേക്കബ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജൻവാണി 90.8 കമ്മ്യൂണിറ്റി FM. അറിയേണ്ടതും കേൾക്കേണ്ടതും മാത്രം.